ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുസ്മിത ശാരദാം അങ്ങനെ മാറി നിന്ന് കരയുന്നത് സുസ്മിതയുടെ ശ്രദ്ധയിൽപ്പെടാൻ കേട്ടോ. ഈ സമയം ആ റൂമിൽ തന്നെ എന്തോ ഉണ്ട്, എന്തോ രഹസ്യം ഇവർ ഒളിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും സത്യഭാമക്ക് മുന്നിൽ പറയാമെന്ന് കരുതി സുസ്മിത സത്യഭാമക്ക് മുന്നിൽ വരികയാണ് കേട്ടോ. അങ്ങനെ സുസ്മിത എന്നിട്ട് സത്യഭാമയോട് പറയാണ്, ദേ ശ്യാമ ഈ റൂമിലല്ലേ കിടക്കുന്നത്, പക്ഷേ ശാരദാമ്മ കരയുന്നത് ആ റൂമിൻ്റെ ഡോറിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ റൂമിൽ ശാരദാമ്മക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട് എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ, എന്താ നീ പറഞ്ഞത്? അപ്പോഴേക്കും വിഷ്ണു, അമ്മേ ഞാൻ പറഞ്ഞില്ലേ, ഇവളെ പോലെ ഒരുത്തിയെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കും സ്വസ്ഥതയുണ്ടാവില്ല, ഇവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ ഒരുങ്ങും. അപ്പോൾ ഉടൻ തന്നെ സ്മിത പറയും, ഞാൻ സത്യഭാമയെ എല്ലാവരും കൂടി വഞ്ചിക്കുന്ന ആ സത്യം മുന്നിൽ കാണിച്ചു തരുന്നത് അത്ര തെറ്റ് എന്ന് പറയുമ്പോൾ രോഹിത് പറയും, നീ പോകുന്നുണ്ടോ? അപ്പോഴേക്കും സത്യഭാമ പറയാണ്, നീ മിണ്ടാതിരിക്കുക, എവിടെ ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ കാണാൻ പോകുമ്പോൾ ശാരദാമ്മ ആ ഒരു ഡോറിൻ്റെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. പൊന്നുമോളെ, ഈ അമ്മയ്ക്ക് ഈ ഡോറ് തുറന്ന് നിൻ്റെ അടുത്തോട്ടൊന്ന് വരാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്ത് ഭാഗ്യം കെട്ടവളാണ് നീ. ഈ മക്കളിൽ വെച്ച് ഏറ്റവും ഭാഗ്യദോഷിയായ മകളാണ് നീ. ഈ അമ്മ പ്രസവ സമയത്ത് പോലും നിൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാനോ നിന്നെ ഒന്ന് തലോടാനോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ആരുടെയും സാമീപ്യം കിട്ടാതെ ഒരു അനാഥയെ പോലെ പ്രസവിക്കേണ്ടി നിനക്ക് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മ കരയുമ്പോഴാണ് കേട്ടോ സത്യഭാമ വരുന്നത്. അങ്ങനെ സത്യഭാമ പെട്ടെന്ന് ശാരദാമ്മയുടെ തോളിൽ അങ്ങ് പിടിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഉടൻ തന്നെ കണ്ണുകളൊക്കെ ആകെ കലങ്ങി മറിയുന്ന ശാരദാമ്മയെ കാണുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്തിനാ ശാരദാമ്മയെ കരയുന്നത്? അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ ഒരു മറുപടിയും പറയുന്നില്ല. ഇതേ സമയം സുസ്മിത കണ്ടോ കണ്ടോ മറുപടി പറയുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആരോ ഈ റൂമിലുണ്ട്, അവരെ ഓർത്തിട്ടാണ് ഇവർ കരയുന്നത്. ശ്യാമ ആ ഭാഗത്തല്ലേ നിൽക്കുന്നത്, ശ്യാമക്ക് വേദന പോലും തുടങ്ങിയിട്ടില്ല, എന്നിട്ട് എന്തിനാണ് ഇവർ കരയേണ്ട ആവശ്യം? അത് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുള്ള പോലെ അങ്ങ് സംസാരിക്കുകയാണ്. എല്ലാ പഴുതുകളും അടച്ച് ശാരദാമ്മയെ കുറ്റപ്പെടുത്താണ്. ഇവരുടെ വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, ആ ഡോറിൽ നോക്കി പ്രാർത്ഥിക്കുന്നു, നമുക്കതൊന്ന് തുറന്നു നോക്കാം, അതാണ് നല്ലത്. സത്യഭാമയെ കബളിപ്പിക്കുകയാണ് ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അവിടെ സുസ്മിതയുടെ നേർക്ക് ശാരദാമ്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എടി, നീ പല പ്രാവശ്യം എൻ്റെ മക്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഞാൻ നിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടില്ല. വിരൽ ചൂണ്ടാത്തത് എന്താണെന്നറിയോ? നിന്നെപ്പോലെ അത്രയും തറയാവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ഹോസ്പിറ്റൽ എല്ലാവർക്കും നിൽക്കാനുള്ളതാണ്. ശ്യാമയുടെ റൂമിൻ്റെ മുന്നിൽ നിന്ന് മാത്രമേ എനിക്ക് കരയാൻ പാടുള്ളൂന്നുണ്ടോ? എനിക്കിങ്ങ് മാറി നിന്ന് കരയാൻ പാടില്ലേ? അവിടെ എത്ര ആളുകൾ നിൽക്കുന്നു. എൻ്റെ സങ്കടം എൻ്റെ ദൈവത്തിനോട് സ്വന്തം നിന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് പറയുമ്പോൾ എനിക്കതിൻ്റേതായ ആ ഒരു മനസ്സ് കിട്ടുമോ എന്ന് നീ ചിന്തിക്കണം. പിന്നെ ഈ റൂമിൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നു എന്ന് കരുതിയിട്ട് ഈ റൂമിൽ എൻ്റെ ആളുകളുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞോ? നീ കണ്ടോ ഈ റൂമിൽ എൻ്റെ ആരെങ്കിലും ഉള്ളത്? പിന്നെ എന്തിനാണ് നീ എനിക്കൊരു സ്വസ്ഥത തരാത്തത്? എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം, അവൾ അബോർഷൻ വരെ പോയി ഇങ്ങോട്ടേക്ക് എന്നെ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അവളുടെ പ്രസവം കഴിഞ്ഞ് അവളുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത് വരെ എനിക്ക് ടെൻഷൻ തന്നെയാണ്. അത് നിനക്കറിയില്ലടി, വിവാഹം കഴിച്ചിട്ട് അതെന്തെന്ന് അറിയാൻ പോലും കഴിവില്ലാത്ത നിന്നെപ്പോലെയുള്ളവളോട് സംസാരിച്ചിട്ട് എന്താടി കാര്യം? അതൊരമ്മയായെങ്കിലേ അറിയുള്ളൂ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചെങ്കിലേ അറിയുള്ളൂ, മക്കളെ വളർത്തിയെങ്കിലേ അറിയുള്ളൂ ഒരമ്മയുടെ വേദന എന്തെന്ന്. അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ സത്യമാമ ആകെ ഞെട്ടിപ്പോയിട്ടോ. ഈ സമയം വിഷ്ണു പൊട്ടിത്തെറിക്കാണ്, ഈ അമ്മയോട് ഞാൻ പല തവണ പറഞ്ഞതാണ് ഇവളെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇപ്പോൾ എന്തായി? ശാരദാമ്മ കരയുന്നതിലും കുറ്റം കണ്ടെത്തി, ഈ റൂമിൽ ആരോ ഉണ്ടെന്നും പറഞ്ഞ് കുറ്റം കണ്ടെത്തി. എന്ത് സ്വഭാവമുള്ള സാധനമാണ്? അപ്പോഴേക്കും രോഹിത് പറയാണ്, ഇതിനെ ഒന്ന് പറഞ്ഞു വിടുമോ എന്ന് പറയാണ് കേട്ടോ. സുസ്മിത പറയും, എൻ്റെ ഒരു ഡൗട്ട്, സത്യഭാമക്ക് മുന്നിൽ ഞാൻ പറഞ്ഞതല്ലേ, എനിക്കങ്ങനെ തോന്നി. എന്നാൽ നീ അങ്ങനെ പറയണ്ട, നീ ശ്യാമയുടെ കുഞ്ഞിനെ കാണും വരെ ഇവിടെ നിന്നാൽ മതി, അത് കഴിഞ്ഞാൽ നീ പോയിക്കോ, നീ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം ശാരദാമ്മയാണെങ്കിലോ, ഈശ്വര എന്തൊരു ദൈവം, എന്തൊരു വിധിയാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും തന്നിരിക്കുന്നത്. എൻ്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. ഈ സമയം ഷാലിനിയാണെങ്കിലോ വേദന കൊണ്ട് പുളയാണ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, ഷാലിനി നീ തന്നെ ശ്രമിക്കുക, നീ പുഷ് ചെയ്യേ, തീർച്ചയായും കഴിയും, നിന്നെ കൊണ്ട് കഴിയും, ഞാനില്ലേ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാലിനി വേദന കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ ഇട്ടടിക്കുകയാണ്. ഇതേ സമയം ശ്യാമയാണെങ്കിൽ, ഈശ്വര ഞാൻ എന്ത് ചെയ്യും ഈശ്വര, ഒരു രക്ഷയില്ലല്ലോ, ഇതിനുള്ളിൽ കിടന്ന് ഉരുകാനുള്ളതാണല്ലോ എൻ്റെ വിധി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും സത്യഭാമക്ക് മുന്നിൽ സുസ്മിത അടുത്ത അടവുകൾ പ്രയോഗിക്കുന്നത്. സുസ്മിത പറയാണ്, ദേ സത്യഭാമ
ശ്യാമേ, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ഈ ശ്യാമ ഇതുവരെ വന്നിട്ടും അവൾക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതെന്താ എന്ന് സത്യഭാമ നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഈ വരാന്തയിൽ നിൽക്കാതെ ഡോക്ടർ ഒന്ന് വന്നു നോക്കുക പോലും ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ആകെ ഞെട്ടണിട്ടോ. ഈശ്വര, ഈ പെണ്ണ് ഇനി അടുത്ത തന്ത്രം എന്തായിരിക്കുമോ? ഈ പെണ്ണ് എല്ലാം കണ്ടുപിടിക്കുമോ എന്ന പേടിയോടുകൂടി ശാരദാമ്മ നിൽക്കുകയാണ്. അപ്പോൾ സത്യഭാമക്ക് അത് കേട്ടപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നുകയാണ്. എന്നാൽ ഈ സമയം രോഹിത്, നീ ഡോക്ടറാണ്, നീ നിന്റെ പണി നോക്ക്. അപ്പോഴേക്കും സത്യഭാമ പറയാണ്, അത് ശരിയാണ് രോഹിത്, നമ്മളിവിടെ പുറത്ത് നിന്നത് അവളുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്, അത് സുസ്മിത പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം ഈ തള്ള വെറും വിഡ്ഢിയാണെന്നുള്ളത് ഓരോ ദിവസം തെളിയിച്ചും കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ കയറാണ്. റൂമിൽ കയറിയതിന് ശേഷം സുസ്മിതയെ കാണുമ്പോൾ ശ്യാമ ആകെ പേടിക്കാണ്. ഈശ്വരോ, ഈ പെണ്ണ് ഇനിയും വന്നല്ലോ, എൻ്റെ ഒരു വിധി എന്നിങ്ങനെ ആവർത്തിച്ച് ശ്യാമ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്യാമ ഇങ്ങനെ ബെഡിൽ കിടക്കേണ്ട കേട്ടോ. ഡോറ് തുറക്കുന്നത് കാണുമ്പോഴേക്കും ബെഡിൽ കിടക്കേണ്ട. ഇതേ സമയം സുസ്മിത കയറി വന്നോടെ തന്നെ സത്യഭാമക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ശ്യാമയോട് പറയാണ്, എന്തായാലും ശ്യാമേ, നിനക്ക് ഇതുവരെ വേദനയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും വിഷ്ണു പറയാണ്, അവൾക്ക് ഇനിയും 2 ദിവസത്തെ ഡേറ്റ് ഇല്ലേ, മുന്നേ കൊടുന്ന് അമ്മ അഡ്മിറ്റ് ആക്കിയാൽ പിന്നെ എങ്ങനെ വേദന വരും, അത് പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിച്ചോളൂ, നീ ഇതിൽ ഇടപെടേണ്ട. അപ്പോഴേക്കും സുസ്മിത പറയാണ്, എന്തായാലും നിനക്ക് വേദന ഒന്നും വന്നിട്ടില്ലല്ലേ, നിന്റെ കുഞ്ഞിനെ കാണാനാണ് ഞാൻ വന്നത്, ഇതെനിക്ക് പിറക്കേണ്ട കുഞ്ഞായിരുന്നു. അപ്പോഴേക്കും രോഹിത്, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? അല്ല, ഞാൻ രോഹിത്തിൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്, ഇപ്പോൾ ഭാര്യ ശ്യാമയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോഴേക്കും സത്യഭാമ പറയാണ്, മോളെ ശ്യാമ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സമയം സുസ്മിത എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ശ്യാമയുടെ വയറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ഈ വയറുമ്മ ഇങ്ങനെ പതുക്കെ തൊടുന്നുണ്ട്. എന്നിട്ട് തൊട്ടിട്ട് ആ വയറ് പിടിച്ചങ്ങ് അമർത്താൻ നോക്കുന്ന സമയത്ത് സത്യഭാമയുടെ കണ്ണിലങ്ങ് കാണാണ്. എന്നാൽ ശ്യാമയാണെങ്കിൽ, ഈശ്വര, ഇവരിപ്പോൾ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇത് ഞാൻ വെച്ച് കെട്ടിയ പഞ്ഞാണെന്ന് മനസ്സിലാവുമല്ലോ, ഞാൻ എന്ത് ചെയ്യും ഈശ്വരോ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സത്യഭാമ ഇതാണ്ട് കാണാണ്. എന്താടി നീ കാണിക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ വയറിൽ തൊടുന്നത് നീ എന്തിനാടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയെടുക്കുന്നതിനോടുകൂടി സുസ്മിത ആകെ ഞെട്ടാണ്. ഈ തള്ള കറക്റ്റ് സമയം തന്നെ ഈ തള്ള ഇത് കണ്ടുപിടിച്ചു. അല്ലായിരുന്നെങ്കിൽ ഞാനത് വെച്ച് കെട്ടിയതാണോ ഉള്ളതാണോ എന്നുള്ളത് ഞാൻ തെളിയിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് തൻ്റെ പല്ലുകൾ കൂട്ടിക്കടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുസ്മിതയ്ക്ക് ഇത് തെളിയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ശ്യാമയാണെങ്കിൽ, ഈശ്വര, ദൈവം എന്നുണ്ടെന്ന് പല തവണകളായി എൻ്റെ അടുത്ത് തെളിയിച്ചു തരുന്നു, എന്നെ എത്ര തവണയാണ് എൻ്റെ ദൈവം രക്ഷിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ ആശ്വാസത്തോടു കൂടി പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ശാലിനിയുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നത്. ശാലിനിയുടെ കരച്ചിൽ കേൾക്കുന്ന ശാരദാമ്മ പിന്നെ ഒന്നും നോക്കില്ല. ഇവരെല്ലാവരും റൂമിലോട്ട് പോയതല്ലേ. അങ്ങനെ ശാരദാമ്മ ഉള്ളിൽ ചെല്ലുകയാണ്. അപ്പോൾ ശാലിനി കാണാൻ ബെഡിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്നു കേട്ടോ. അങ്ങനെ ശാരദാമ്മ, മോളെ നീ കരയല്ലേ, സമാധാനപ്പെടുക, ഈ അമ്മ പുറത്തുണ്ട്, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശാരദാമ്മ ഇങ്ങനെ പ്രസവത്തിൻ്റെ ആ ഒരു ഇതൊക്കെ എത്തിത്തുടങ്ങുമ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ പോയിക്കോളൂ, പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ എന്ന് പറയാണ്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശാലിനി ഒരമ്മയാവും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇനി ശാലിനിയുടെ പ്രസവം വരാൻ കേട്ടോ. എന്തായാലും സുസ്മിത ഇനി വടിയാവത്തേ ഉള്ളൂ. എന്തായാലും നല്ല കിടിലൻ രംഗമാണ്. ശാലിനിയെ പോലും അമ്പരപ്പിക്കുന്ന ആ ഒരു രംഗമാണ് ഇനി പ്രസവം കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് കേട്ടോ. പ്രസവം കഴിഞ്ഞാൽ ശ്യാമക്ക് തൻ്റെ കുഞ്ഞിനെ കൊടുക്കണം എന്നുള്ള ആ വേവലാതിയോടുകൂടി ശാലിനി പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരമ്മ എന്ന നിലക്ക് തനിക്ക് മറ്റൊരാൾക്ക് തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുമ്പോൾ അത് ആ സമയം വരുമ്പോൾ ഒരിക്കലും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശാലിനി പോലും അമ്പരന്ന് പോകുന്ന അത്രയും കിടിലൻ രംഗമാണ് ഇനി ഉണ്ടാവുന്നത്.